അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്? അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ ഡി മെയ് 22 അല്ലേ. അങ്ങനെയെങ്കിൽ ഏപ്രിൽ 22, സെപ്റ്റംബർ 16, മാർച്ച് 21 എന്താണെന്ന് നോക്കി പോകാം. നോക്കുക, മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. നമ്മളൊരു കോഡ് പറഞ്ഞിരുന്നു അല്ലേ, വനജയുടെ കാലക്ഷയം. വനജയുടെ കാലക്ഷയം എന്താണ്? വനജയുടെ കാലക്ഷയം മാർച്ച് 21 ലോക വനദിനം. അടുത്തത് ലോക ജലദിനം മാർച്ച് 22. മാർച്ച് 23 വനജയുടെ കാലക്ഷയമല്ലേ, കാലാവസ്ഥാ ദിനം. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. വനജയുടെ കാലക്ഷയം മാർച്ച് 21, 22, 23, 24. മാർച്ച് 21 ലോക വനദിനം. മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം അല്ലേ. നോക്കുക, ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. സ്ഥിരം ചോദ്യമാണ് അല്ലേ. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 18 ലോക പൈതൃക ദിനം. ഏപ്രിൽ 18 ലോക പൈതൃക ദിനം. നമ്മുടെ ഓപ്ഷൻ എ ഏപ്രിൽ 22 എന്താണ്? ലോക ഭൗമദിനമാണ്. ഏപ്രിൽ 22 ലോക ഭൗമദിനം. ലോക ഭൗമദിനം. ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. ഏപ്രിൽ 24 ദേശീയ മാനവ ഏകതാ ദിവസ്. ദേശീയ മാനവ ഏകതാ ദിവസ് ഏപ്രിൽ 24. ഏപ്രിൽ 24 നോക്കുക, അതുപോലെ തന്നെ ദേശീയ പഞ്ചായത്ത് രാജ് ദിനം കൂടെയാണ് അല്ലേ. ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനം കൂടെയാണ്. ഏപ്രിൽ 25 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏപ്രിൽ 25 ലോക മലേറിയ ദിനം. ലോക മലേറിയ ദിനം. ഇനി നോക്കുക, സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമാണ് അല്ലേ. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമാണ് അല്ലേ. നമുക്ക് കിട്ടിയ ഓപ്ഷൻ നോക്കുക, ഏപ്രിൽ 22 ലോക ഭൗമദിനം. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. സെപ്റ്റംബർ 16 ഓസോൺ ദിനം അല്ലേ. മാർച്ച് 21 എന്തായിരുന്നു? ലോക വനദിനം അല്ലേ. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ ഒന്നുകൂടെ നോക്കി പോകുക. മാർച്ച് 21 ലോക വനദിനം. മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 18 ലോക പൈതൃക ദിനം. ഏപ്രിൽ 22 ലോക ഭൗമദിനം. ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. ഏപ്രിൽ 25 ലോക മലേറിയ ദിനം. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. അതുപോലെ തന്നെ സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനമാണ്. അതുപോലെ തന്നെ ലോക സമാധാന ദിനം കൂടെയാണ്. ലോക സമാധാന ദിനം കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി മെയ് 22 ആണ്. ഓപ്ഷൻ ഡി മെയ് 22 ആണ് ശരിയായ ഉത്തരം. ഇനി നോക്കുക, കുഷ്ഠരോഗ നിവാരണം ജനുവരി 30 അല്ലേ. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ക്ഷയരോഗ ദിനം മാർച്ച് 24. ഓട്ടിസം ദിനം ഏപ്രിൽ 2. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ 11. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. ലോക ക്ഷീരദിനം ജൂൺ 1. ലോക ക്ഷീരദിനം. ലോക രക്തദാന ദിനം പറയുക, ജൂൺ 14. ലോക രക്തദാന ദിനം ജൂൺ 14. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. നോക്കുക, ലോക രക്തദാന ദിനം ജൂൺ 14. ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16 അല്ലേ. സെപ്റ്റംബർ 16 എന്തായിരുന്നു? ഓസോൺ ദിനം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ലോക പ്രതിരോധ ദിനം നവംബർ 10. ലോക വികലാംഗ ദിനം ഡിസംബർ 3. മലേറിയ ദിനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏപ്രിൽ 25. ആസ്മ ദിനം മെയ് 6. ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. കൊതുക് നിവാരണ ദിനം ഓഗസ്റ്റ് 20. അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. പോളിയോ ദിനം ഒക്ടോബർ 24. പോളിയോ ദിനം ഒക്ടോബർ 24. ലോക പ്രമേഹ ദിനം ഇതുവരെ നമ്മൾ ചാച്ചാജിയുടെ പേരിൽ ആഘോഷിച്ചു വന്നു അല്ലേ. നവംബർ 14 ശിശുദിനം എന്തുകൂടെയാണ്?
പ്രമേഹ ദിനമാണ്, പ്രമേഹ ദിനം. ഓക്കെ, ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1 അല്ലേ, മടക്കിയ ചുവന്ന നാടയിൽ അതിന്റെ സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, നഴ്സ് ദിനം മെയ് 12. ലോക നഴ്സ് ദിനം മെയ് 12. ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ 1. ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ 1. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അടുത്ത ചോദ്യം എന്തായിരുന്നു? അടുത്ത ചോദ്യം നോക്കുക. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. ശ്രദ്ധിക്കുക, കർണാടകം എന്നുണ്ട് അല്ലേ. പലർക്കും ചിപ്കോ പ്രസ്ഥാനമൊക്കെ മനസ്സിൽ വന്നു കേട്ടു. ചിപ്കോ എവിടെയാണ്? ചിപ്കോ ഉത്തരാഖണ്ഡിലാണ് അല്ലേ. 1973 ഇതിനൊരു 10 വർഷം മുൻപാണ് ചിപ്കോ പ്രസ്ഥാനം വരുന്നത്. 1973 സുന്ദർലാൽ ബഹുഗുണ, ഇതിന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ. സുന്ദർലാൽ ബഹുഗുണ അറിയാലോ, കറണ്ട് അഫെയർ. സുന്ദർലാൽ ബഹുഗുണ 1973 ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ സ്ഥാപിച്ചതാണ്. അപ്പോൾ ചിപ്കോ എന്ന വാക്കിനർത്ഥം മരത്തെ ആലിംഗനം ചെയ്യുക എന്നാണ്. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. എന്ത് ചെയ്യാണ്? മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത് എന്ന സന്ദേശവുമായിട്ട് മരങ്ങൾ എന്ത് ചെയ്യാണ്? ആലിംഗനം ചെയ്തുകൊണ്ട് മനുഷ്യർ ഒരു ചങ്ങല തീർക്കുകയാണ്. അതാണ് ചിപ്കോ. ചിപ്കോ എന്ന് പറഞ്ഞാൽ മരത്തെ ആലിംഗനം ചെയ്യുക. വർഷം 1973. നമ്മുടെ ഉത്തരം ഇതാണ്, അപ്പീക്കോ പ്രസ്ഥാനമാണ് അല്ലേ. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കർണാടകയിൽ നിലയിൽ വന്ന പ്രസ്ഥാനമാണ് അപ്പീക്കോ മൂവ്മെന്റ്. ആരംഭിച്ച സ്ഥലം കർണാടക. 1983. ആരാണ് നേതൃത്വം നൽകിയത്? പാണ്ഡുരംഗ ഹെഡ്ഗെ. ആരാണ്? പാണ്ഡുരംഗ ഹെഡ്ഗെ അല്ലേ. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റൊന്നാണ് വൈഷ്ണോയി അല്ലേ. വൈഷ്ണോയി മൂവ്മെന്റ് എന്താണ്? രാജസ്ഥാനിലെ ഗജാർലിയിൽ ആരംഭിച്ചതാണ്. സോംബാജി എന്ന് പറയുന്ന ഒരു സന്യാസി ആരംഭിച്ച ഒരു മൂവ്മെന്റ് ആണ് വൈഷ്ണോയി മൂവ്മെന്റ്. സോംബാജി എന്ന് പറയുന്ന സന്യാസി ആരംഭിച്ച മൂവ്മെന്റ് ആണ് വൈഷ്ണോയി മൂവ്മെന്റ്. രാജസ്ഥാനിലെ ഗജാറിയിലാണ്. അതുപോലെ തന്നെ 1700-കളിലാണ് ഇത് ആരംഭിക്കുന്നത്. രാജാവിന്റെ ഭടന്മാരുടെ മരമുറിക്കൽ തടയാൻ ആരംഭിച്ച പ്രസ്ഥാനമാണ്. അപ്പോൾ രാജാവിന്റെ ഭടന്മാരുടെ മരം മുറിക്കൽ തടയാൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് വൈഷ്ണോയി മൂവ്മെന്റ്. ആരാണ് നേതൃത്വം കൊടുത്തത്? ഏത് സന്യാസിയാണ്? സോംബാജി. അതുപോലെ തന്നെ ഏത് വനിതയാണ്? അമൃതാദേവി. അപ്പോൾ നേതൃത്വം നൽകിയ സന്യാസി ചോദിച്ചാൽ സോംബാജി. നേതൃത്വം നൽകിയത് അമൃതാദേവി. രാജസ്ഥാനിലെ ഗജാർലിയിലാണ്. ഗജാർലി. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രസ്ഥാനമാണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ. ജംഗിൾ ബച്ചാവോ ആന്തോളൻ എവിടെയാണ്? ബീഹാറിലാണ്. 1980-കളിൽ ബീഹാറിലെ സിംഗ്ബം ജില്ലയിലെ ആദിവാസികൾ നേതൃത്വം നൽകിയ ഒരു മൂവ്മെന്റ് ആണ്. പ്രകൃതിയാലുള്ള സാൽ മരങ്ങളെ മുറിച്ചു മാറ്റി പകരം തേക്ക് വെച്ച് പിടിപ്പിക്കാനുള്ള ബീഹാർ ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെ രൂപീകൃതമായിട്ടുള്ള സംഘടനയാണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ. അപ്പോൾ ഇന്ന് സിംഗ്ബം എവിടെയാണെന്ന് ചോദിക്കും. എവിടെയാണ്? ജാർഖണ്ഡിലാണ്. സിംഗ്ബം എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഓക്കെ, അതുപോലെ തന്നെ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്താണ്? 1985 മേധാ പട്കർ അല്ലേ സർദാർ സരോവർ ഡാം നിർമ്മാണത്തില് സ്ഥലം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പാക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ആരാണ് നേതൃത്വം നൽകിയത്? മേധാ പട്കർ. 1985. ഓക്കെ, അപ്പോൾ ജംഗിൾ ബച്ചാവോ ആന്തോളൻ എന്താണ്? 1980-കളില് ബീഹാർ ഗവൺമെന്റ് എന്ത് തീരുമാനിച്ചു? പ്രകൃതിയാലുള്ള സാൽമരങ്ങളെ മുറിച്ചു മാറ്റി പകരം തേക്ക് മരങ്ങൾ സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ബീഹാറിലെ സിംഗ്ബം ജില്ലയിലെ ആദിവാസികൾ നേതൃത്വം നൽകിയ സംഘടനയാണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ. അത് എവിടെയാണ് ചോദിക്കും. ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിൽ. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊന്നാണ് സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് അല്ലെ. 1973 ആരംഭിച്ചതാണ്. പാലക്കാട്. സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് അല്ലേ. അപ്പോൾ പാലക്കാട് 1973 ആരംഭിച്ചതാണ് സേവ് സൈലന്റ് വാലി മൂവ്മെന്റ്. സൈലന്റ് വാലിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കുന്തിപ്പുഴയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ച ജലവൈദ്യുത പദ്ധതിക്കെതിരെ നടത്തിയൊരു പോരാട്ടം കൂടെയാണ് സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കാൻ നിർദ്ദേശിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി അല്ലേ. അപ്പോൾ അണക്കെട്ട് കാരണം ഉണ്ടായേക്കാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് അന്നൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതാണ് ചരൺ സിംഗ് കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ തലവനായിരുന്നു MS സ്വാമിനാഥൻ. അങ്ങനെ പ്ലാനിംഗ് കമ്മീഷൻ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയത് എന്നാണ് 1973 ഫെബ്രുവരിയിലാണ് അല്ലേ. ആ പദ്ധതി ഉപേക്ഷിച്ചത് 1983 നവംബറിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നത്തെക്കുറിച്ച് ആദ്യമായിട്ട് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ
MJK മേനോനാണ്. ISROയുടെ മുൻ ചെയർമാനായിരുന്ന MJK മേനോനാണ് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെന്തെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ചരൺ സിംഗ് കമ്മിറ്റി. ആ ചരൺ സിംഗ് കമ്മിറ്റിയുടെ തലവനായിരുന്നു MS സ്വാമിനാഥൻ. ഈ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് MJK മേനോൻ തലവനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രസ്ഥാനങ്ങളായിരുന്നു, വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളായിരുന്നു. അടുത്ത ചോദ്യം നോക്കുക. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏക ആറ്റോമികം? അല്ലേ, ഒരു ആറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളാണ് ഏക ആറ്റോമിക തന്മാത്രകൾ. അല്ലേ, ഒരു ആറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളാണ് ഏക ആറ്റോമിക തന്മാത്രകൾ. രണ്ടാറ്റങ്ങളുള്ള മൂലക തന്മാത്രകളാണ് ദ്വയാറ്റോമിക തന്മാത്രകൾ. അല്ലേ, രണ്ടിലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകളാണെങ്കിൽ ബഹു ആറ്റോമിക തന്മാത്രകൾ. ഓക്കെ, ഒരു ആറ്റം മാത്രമുള്ള മൂലക തന്മാത്രകൾ ഏകാറ്റോമിക തന്മാത്രകൾ, രണ്ടാറ്റങ്ങളുള്ള മൂലക തന്മാത്രകൾ ദ്വയാറ്റോമിക തന്മാത്രകൾ, രണ്ടിലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകളാണ് ബഹു ആറ്റോമിക തന്മാത്രകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഒരേ ഒരു ആറ്റം മാത്രമുള്ള മൂലക തന്മാത്ര ഹീലിയമാണ്. അല്ലേ, അങ്ങനെയെങ്കിൽ ദ്വയാറ്റോമിക തന്മാത്രകൾക്കും ബഹു ആറ്റോമിക തന്മാത്രകൾക്കും ഉദാഹരണങ്ങളൊന്ന് കമന്റ് ബോക്സിലിട്ടേ. അടുത്ത ചോദ്യം നോക്കുക. ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? അപ്പോൾ നമ്മുടെ സിലബസിൽ പറഞ്ഞതുപോലെ തന്നെ അയിരുകളും ധാതുക്കളും. അല്ലേ, അപ്പോൾ ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം നോക്കുക. അതിനു മുമ്പ് എന്താണ് അയിരെന്ന് നോക്കണം. അല്ലേ, ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ പൊതുവെ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. ഒരേ ലോഹമടങ്ങിയ അനേകം ധാതുക്കൾ ഉണ്ടാകും. ഉദാഹരണത്തിന് അലൂമിനിയത്തിന്റെ ചില ധാതുക്കളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ് എന്നിവ. ഇവയിൽ നിന്നെല്ലാം എന്ത് ചെയ്യാം? ഇത് വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്നാണ്. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും, ശ്രദ്ധിക്കുക, ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ അയിര് എന്ന് വിളിക്കാം. അയിര് എന്ന് വിളിക്കാം. എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ഒരു ധാതുവിൽ നിന്ന് നിങ്ങൾക്ക് ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ആ ലോഹത്തിന്റെ അയിര്. അലൂമിനിയത്തിന്റെ അയിരുകൾ ഏതൊക്കെയായിരുന്നു? ബോക്സൈറ്റ്. അല്ലേ, അയൺ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും, കോപ്പർ പൈറൈറ്റ്സ്, കുപ്രൈറ്റ്, സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. അല്ലെ, നോക്കുക. യുറേനിയം പിച്ച് ബ്ലെൻഡ് കാർനോട്ടൈറ്റ്, ടൈറ്റാനിയം ഇൽമിനൈറ്റ് റൂട്ടൈൽ, മെർക്കുറി എപ്പോഴും സ്ഥിരം ചോദിക്കാറുള്ളതാണ്. മെർക്കുറി എന്താണ്? സിന്നബാർ. മെർക്കുറി സിന്നബാർ. സിങ്ക് കലാമൈൻ സിങ്ക് ബ്ലെൻഡ്. അല്ലെ, സിങ്ക് കലാമൈൻ സിങ്ക് ബ്ലെൻഡ്. നോക്കൂ. ഇരുമ്പ് എന്തായിരുന്നു? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ്, സിഡറൈറ്റ്. അല്ലെ, ലെഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറുത്തീയം എന്താണ്? ഗലീന. ചെമ്പ് മാലക്കൈറ്റ്, ചാൽക്കോപൈറൈറ്റ്സ്. മഗ്നീഷ്യം മാഗ്നസൈറ്റ്. അല്ലെ, ടിൻ കാസിറ്ററൈറ്റ്. അലുമിനിയം ബോക്സൈറ്റും ക്രയോലൈറ്റും. ടൈറ്റാനിയം ഇൽമിനൈറ്റ് റൂട്ടൈൽ. അല്ലേ, നോക്കുക. അടുത്ത് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിങ്ക് കലാമിൻ എന്ന് പറയും. അല്ലേ, കലാമിൻ സിങ്ക് ബ്ലെൻഡ്. നിക്കൽ പെൻലാൻഡൈറ്റ്. സോഡിയം കല്ലുപ്പ്. തോറിയം മോണോസൈറ്റ്. ഇരുമ്പ് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ്, സിഡറൈറ്റ്. ലെഡ് കറുത്തീയം. അല്ലേ, കറുത്തീയം എന്നറിയപ്പെടുന്നല്ലേ ലെഡ്. ഗലീനയാണ് ലെഡിന്റെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗലീനയാണ് ലെഡിന്റെ അയിരെന്ന് പറയുന്നത്. ചെമ്പ് മാലക്കൈറ്റും ചാൽക്കോപൈറൈറ്റും. മഗ്നീഷ്യം മാഗ്നസൈറ്റ്. ടിൻ എന്താണ്? വെളുത്തീയം. അല്ലേ, കാസിറ്ററൈറ്റ്. കാൽസ്യം ഡോളമൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, ജിപ്സം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം തരുന്നു, നോക്കുക. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത്? അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത്? 9ാം ക്ലാസ്സിലെ ബയോളജി പാഠപുസ്തകത്തിലെ ചോദ്യം അതുപോലെ എടുത്തു തന്നിരിക്കുകയാണ്. അസറ്റോബാക്ടർ. അല്ലേ, സസ്യങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള വാതകമാണ് നൈട്രജൻ എന്നറിയാമല്ലോ. അപ്പോൾ നൈട്രജനിൽ ത്രിബന്ധനമാണ് ഉള്ളതെന്ന് അറിയാം. ട്രിപ്പിൾ ബോണ്ട്. അല്ലേ, ഈ ട്രിപ്പിൾ ബോണ്ടിനെ ഇടിമിന്നൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? നൈട്രസ് ഓക്സൈഡ് ആയി മാറുന്നു. അപ്പോൾ ഇടിമിന്നൽ ഉപയോഗിച്ച് ഇത് ബ്രേക്ക് ചെയ്യും. ഇത് പിന്നീട് നൈട്രസ് ഓക്സൈഡായി ആവുകയും നൈട്രസ് ഓക്സൈഡ് പിന്നീട് ഹൈഡ്രജൻ ഡയോക്സൈഡ് ആവുകയും ഈ നൈട്രജൻ ഡയോക്സൈഡ് ജലവുമായി ചേർന്ന് നൈട്രിക് ആസിഡായി മണ്ണിലെത്തുകയുമാണ് ചെയ്യുന്നത്. അവിടെ അസറ്റോബാക്ടർ എന്ന ബാക്ടീരിയയുമായി പ്രവർത്തിച്ച് നൈട്രേറ്റ് ആയി മാറുകയും ഈ നൈട്രേറ്റ് ആണ് സസ്യങ്ങൾ മണ്ണിലൂടെ വേരിലൂടെ
വലിച്ചെടുക്കുന്നത് അല്ലേ. മണ്ണിൽ നിന്ന് വേരിലൂടെ സസ്യങ്ങൾ വലിച്ചെടുക്കുന്ന എന്താണ്? നൈട്രേറ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓപ്ഷൻ സി നൈട്രജൻ. ഓപ്ഷൻ സി നൈട്രജൻ. നോക്കുക, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏത്? നമ്മുടെ സിലബസിൽ വളരെ വ്യക്തമായി തന്നതാണ് ഓക്സിജൻ, ഹൈഡ്രജൻ എന്നീ രണ്ട് മൂലകങ്ങൾ അല്ലേ. ഹൈഡ്രജൻ അതുപോലെ തന്നെ ഓക്സിജൻ എന്നീ വാതകങ്ങൾ വളരെ വ്യക്തമായിട്ട് വേണം പഠിച്ചിട്ട് പോകാൻ. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകമാണ് ഹൈഡ്രജൻ അല്ലേ. നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്ത SCERT പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള സയൻസിന്റെ ക്ലാസ്സിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്താണ്? ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ, ഏത് ലോഹവുമായിക്കോട്ടെ അതുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. നമ്മുടെ ചോദ്യത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ആസിഡാണ്, സിങ്ക് ഒരു ലോഹമാണ് അല്ലെ. അപ്പോൾ ഏത് വാതകം ഉണ്ടാവും എന്നുള്ള ഒരു സംശയം വേണ്ട. ഏതാണ്? ഹൈഡ്രജൻ ആണ്. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്ത്? പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? ഒരുപാട് തവണ ക്ലാസ്സിൽ പറഞ്ഞതാണ് പാസ്ചറൈസേഷൻ അല്ലെ. പാസ്ചറൈസേഷൻ. അതുപോലെ തന്നെ റബ്ബറിന്റെ കട്ടി കൂട്ടുന്നതിനായിട്ട് സൾഫർ ചേർക്കുന്ന പ്രക്രിയയാണ് ഏത്? വൾക്കനൈസേഷൻ. റബ്ബറിന്റെ കട്ടി കൂട്ടുന്നതിനായിട്ട് സൾഫർ ചേർക്കുന്ന പ്രക്രിയയാണ് ഏത്? വൾക്കനൈസേഷൻ അല്ലേ. അപ്പോൾ വൾക്കനൈസേഷൻ കണ്ടെത്തിയതിലുള്ള പേറ്റൻസ് ലഭിച്ചത് ആർക്കാണ്? തോമസ് ഹാൻകോക്കിനാണ്. അപ്പോൾ വൾക്കനൈസേഷൻ കണ്ടെത്തിയത് ചാൾസ് ഗുഡ്ഇയർ ആണ്, പക്ഷെ അതിന്റെ പേറ്റൻസ് ലഭിച്ചത് തോമസ് ഹാൻകോക്കിനാണ് അല്ലേ. അപ്പോൾ റബ്ബർ ലയിക്കുന്ന ലൈൻ ഏതായിരുന്നു? ബെൻസീൻ ആണ്, ബെൻസീൻ. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പാസ്ചറൈസേഷൻ ആണ്. എന്താ ഈ പാസ്ചറൈസേഷൻ ഉണ്ടെങ്കിൽ പാലിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് 72 ഡിഗ്രി സെൽഷ്യസിൽ 15 സെക്കൻഡ് ചൂടാക്കുന്ന പ്രക്രിയയാണ് ഇത് പാസ്ചറൈസേഷൻ. പാല് ശുദ്ധീകരിക്കാനായിട്ട് 72 ഡിഗ്രി സെൽഷ്യസിൽ 15 സെക്കൻഡ് ചൂടാക്കുന്ന പ്രക്രിയയാണ് പാസ്ചറൈസേഷൻ. അപ്പോൾ അപൂരിതമായിട്ടുള്ള സംയുക്തങ്ങളെ ഹൈഡ്രജൻ ചേർത്ത് പൂരിത സംയുക്തങ്ങളാക്കുന്ന പ്രക്രിയ പറയുന്ന പേരെന്താണ്? ഹൈഡ്രജനേഷൻ. ഇപ്പോൾ രാസപ്രവർത്തനത്തിൽ ഒരു തന്മാത്രയിൽ നിന്നും ഹൈഡ്രജനെ നീക്കം ചെയ്യുന്ന പ്രക്രിയ എന്താണ്? ഡീഹൈഡ്രജനേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം അഥവാ ഇലക്ട്രോപ്ലേറ്റിംഗ്. വൈദ്യുത വിശ്ലേഷണ മാർഗത്തിലൂടെ ഒരു ലോഹത്തിനുമേൽ മറ്റൊരു ലോഹം പൂശിയെടുക്കുന്ന പ്രക്രിയയാണ് ഏത്? ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇരുമ്പ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി സിങ്ക് ഉപയോഗിക്കുന്നതാണ്, സിങ്കിന് കോട്ടിംഗ് കൊടുക്കുന്നതാണ് ഇത് ഗാൽവനൈസേഷൻ അല്ലേ. ഇരുമ്പിൽ ആ തുരുമ്പ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഗാൽവനൈസേഷൻ എന്താ ചേർക്കുക? സിങ്ക് ചേർക്കുന്നു. വൾക്കനൈസേഷൻ എന്താ ചേർക്കുക? സൾഫർ ചേർക്കുന്നു. അടുത്ത ചോദ്യം നോക്കുക, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലേ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് അല്ലെ. ശബ്ദമോ പ്രകാശമോ ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രതിപതനം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ശബ്ദമോ പ്രകാശമോ ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രതിപതനം. അപ്പൊ അതിനു മുമ്പ് ദർപ്പണങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ലേ. പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ അല്ലെ. പ്രകാശത്തെ ക്രമമായിട്ട് പ്രതിഫലിപ്പിക്കുന്ന ദർപ്പണങ്ങളാണ് അല്ലെങ്കിൽ പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ വസ്തുക്കളിൽ പ്രകാശം ക്രമമായിട്ട് പ്രതിഫലിപ്പിക്കുന്ന പ്രതിഭാസമാണ് ക്രമപ്രതിഫലനം, റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയും അല്ലെ. അപ്പൊ മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണെങ്കിലോ വിസരിത പ്രതിഫലനം അല്ലെ. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും സമതല ദർപ്പണത്തിൽ മാത്രമല്ല മിനുസമായിട്ടുള്ള വക്രതലങ്ങളിൽ കർവ്ഡ് സർഫേസിലും പ്രതിബിംബങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെ. നമ്മൾ ഉപരിതലം സമതലമായിട്ടുള്ള ദർപ്പണങ്ങളെയാണല്ലോ സമതല ദർപ്പണങ്ങൾ എന്ന് പറയുക. അത് നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയൊക്കെ എന്താണ്? സമതല ദർപ്പണങ്ങളാണ്. പ്രതിപതനം ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണെങ്കിലോ പ്രതിപതനം ഒരു ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണെങ്കിൽ ഗോളീയ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ സ്ഫെറിക്കൽ മിറർ എന്ന് പറയും അല്ലെ. സൂത്ര കണ്ണാടിയായിട്ട് ഉപയോഗിക്കുന്നതെല്ലാം സ്ഫെറിക്കൽ മിറർ അല്ലേ, സ്ഫെറിക്കൽ മിറർ അല്ലെ. അപ്പൊ കോൺകേവ് ദർപ്പണങ്ങൾ, കോൺവെക്സ് ദർപ്പണങ്ങൾ ഇത് രണ്ടും എന്താണ്? ഗോളീയ ദർപ്പണങ്ങളാണ്. കോൺകേവ് ദർപ്പണങ്ങളും കോൺവെക്സ് ദർപ്പണങ്ങളും ഗോളീയ ദർപ്പണങ്ങളാണ്. ഇനി പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണമാണ് കോൺകേവ് എന്നും
പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണങ്ങൾ എന്നല്ല നമ്മൾ വളരെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അതിൽ സ്ഥിരം ചോദിക്കുന്നതാണ് ഒപ്റ്റിക്കൽ ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഒപ്റ്റിക്കൽ ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഫ്ലിന്റ് ഗ്ലാസ്. ഏതാണ്? ഫ്ലിന്റ് ഗ്ലാസ് ആണ് ഒപ്റ്റിക്കൽ ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഗോളീയ ദർപ്പണം എന്നായിരുന്നു അല്ലെ. ഗോളീയ ദർപ്പണം കോൺവെക്സോ കോൺകേവോ ഏതാണെങ്കിലും എന്താണ്? ഗോളീയ ദർപ്പണമാണ്. ഗോളീയ ദർപ്പണങ്ങളിൽ പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. പഠിച്ചിട്ടുണ്ട് അല്ലെ, CRT പാഠപുസ്തകത്തിലുള്ളതാണ്. ഗോളീയ ദർപ്പണങ്ങളിൽ പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. കോൺകേവും കോൺവെക്സും എല്ലാം ഗോളീയ ദർപ്പണമല്ലേ. അപ്പോൾ ഇവിടെ പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കില്ലേ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി 30 ഡിഗ്രിയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി 30 ഡിഗ്രിയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പൊ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞൊരു ചോദ്യം തന്നെയാണ് അല്ലേ. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ അല്ലേ. കരളിന് വേണ്ടി മാത്രം ഒരു ദിവസം മാറ്റി വെച്ചതാണ് നമ്മൾ അല്ലേ. അപ്പോൾ കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള തൈറോയിഡ് ഗ്രന്ഥി ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നു അല്ലെ. കാൽസിട്രോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ഏത്? തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി അല്ലെ. അപ്പോ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. നമുക്ക് കരളിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. കരൾ പുനരുജ്ജീവന ശേഷിയുള്ള ഒരേ ഒരു അവയവമാണ് കരൾ. പുനരുജ്ജീവന ശേഷിയുള്ള ഒരേ ഒരു അവയവമാണ് കരൾ. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി കരൾ. എല്ലാവരുടെയും സംശയം ഇതായിരിക്കും, പിത്തരസം പിത്താശയത്തിലല്ലേ എന്നല്ലേ. പിത്തരസം കരളിൽ ഉൽപ്പാദിപ്പിക്കുകയും പിത്താശയത്തിൽ സംഭരിക്കുകയും ചെയ്യുന്നു. പിത്തരസം കരളിൽ ഉൽപ്പാദിപ്പിക്കുകയും പിത്താശയത്തിൽ സംഭരിക്കുകയും ചെയ്യുന്നു. ക്ലിയർ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തര അവയവം കരൾ. ഏറ്റവും വലിയ അവയവം ചോദിച്ചാൽ ത്വക്കാണ്. ത്വക്ക് പുറത്തല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അകത്തുള്ള ചോദിച്ചാൽ ഏതാണ്? ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവമായ കരളല്ലേ. ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം കരളാണ്. ത്വക്ക് പുറത്താണ്. സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ അകത്തുള്ള അവയവം ചോദിച്ചാൽ ഉത്തരം ഏത് തന്നെയാണ്? കരളാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തര അവയവമാണ് കരൾ. അമിതമായി ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ഏത് അവയവത്തിനാണ് കൂടുതൽ നാശമുണ്ടാകുന്നത്? കരൾ അല്ലേ. ലിവർ അടിച്ചു പോകുന്നല്ലേ പറയുക. ശരീരത്തിലെ രാസപരീക്ഷണശാല, കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്ന ഏതാണ്? കരളാണ്. കാരണം എല്ലാ മലിന വസ്തുക്കളെയും ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെയും നീക്കം ചെയ്യുന്നത്, മരിച്ചെടുക്കുന്നതല്ല എന്താണ്? കരളാണ്. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നു. മഞ്ഞപ്പിത്തം പ്രധാനമായും ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരൾ. എന്താണ് മഞ്ഞപ്പിത്തം എന്നും എങ്ങനെയാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത് എന്നും നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അല്ലേ. അടുത്ത് നോക്കുക. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്. മനുഷ്യന്റെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ്. ഏറ്റവും സാധാരണമായിട്ടുള്ള കരൾ രോഗമാണ് മഞ്ഞപ്പിത്തം. മലേറിയ ബാധിക്കുന്ന അവയവങ്ങൾ ഏതാണ് ചോദിക്കും? നമ്മുടെ പ്ലീഹയും കരളുമാണ് മലേറിയ ബാധിക്കുന്ന അവയവങ്ങൾ. സ്പ്ലീൻ അല്ലെ. പ്ലീഹയും കരളും. അവരുടെ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന പ്ലീഹ. ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കാൻ നിയുക്തമായ അവയവം ഏതാണ്? കരളാണ്. സിറോസിസ് ഏത് അവയവത്തെ ബാധിക്കുന്നു? എംഫിസിമ ശ്വാസകോശത്തെയാണെങ്കിൽ സിറോസിസ് കരളിനെ ബാധിക്കുന്നു എന്ന് നമ്മൾ പ്രത്യേകം ക്ലാസ്സിൽ എടുത്തു പറഞ്ഞിരുന്നു അല്ലെ. മദ്യപാനം കൊണ്ട് ഏറ്റവും അധികം ദോഷം സംഭവിക്കുന്ന ശരീരഭാഗം ഏതാണ്? കരളാണ്. രക്തത്തിലെ അമോണിയ യൂറിയ ആക്കി മാറ്റപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ്? കരളിൽ വെച്ചിട്ടാണ് അല്ലെ. വിവിധതരം ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ABCDEG എന്ന് പറഞ്ഞിട്ട് അതിൽ ഏറ്റവും മാരകമായിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് B ആണെന്ന് പറഞ്ഞു. ലൈംഗിക ബന്ധത്തിലൂടെയും അതുപോലെ തന്നെ രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിലൂടെയും അണുവിമുക്തമാക്കാത്ത സൂചിയിലൂടെയും എങ്ങനെയാണോ എയ്ഡ്സ് പകരുന്നത് അതേ വിധത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും പകരുന്നത് അല്ലേ. മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും. അപ്പോൾ കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. ഉറുകുകളെ കുറിച്ചുള്ള പഠനം ഹെർപ്പറ്റോളജി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏറ്റവും കൂടുതൽ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത് തന്നെയാണ്? കരളാണ്. ഏറ്റവും കൂടുതൽ എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്നതും ആരാണ്? കരളാണ്. വൈറ്റമിൻ എ ശേഖരിക്കുന്ന അവയവം കരൾ. ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരൾ.
പുനരുജ്ജീവന ശേഷിയുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് കരൾ. അതുകൊണ്ട് തന്നെ പുനരുജ്ജീവന ശേഷിയുള്ള ശരീരത്തിലെ ഒരേ ഒരു അവയവമാണ് കരൾ, അല്ലെ? കരൾ പകുത്തു കൊടുക്കുക എന്നല്ലേ നമ്മൾ പറയുക. അപ്പോൾ കരൾ പകുത്തു കൊടുക്കണമെങ്കിൽ അത് എന്നാ ചെയ്യും? വീണ്ടും പുനരുജ്ജീവിക്കും. അതുകൊണ്ടാണ് പുനരുജ്ജീവന ശേഷിയുള്ള ഏക ആന്തര അവയവമാണ് കരൾ. ഏറ്റവും കൂടുതൽ കൊഴുപ്പ് ശേഖരിച്ചു വെക്കുന്ന അവയവം, ഏറ്റവും കൂടുതൽ ഇരുമ്പ് ശേഖരിച്ചു വെക്കുന്ന അവയവം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം, ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. മനുഷ്യ ശരീരത്തിലെ ഫാക്ടറി, കെമിക്കൽ ഫാക്ടറി എന്ന് പറഞ്ഞില്ലേ, ഫാക്ടറികളിൽ എപ്പോഴും ചൂടായിരിക്കില്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരളാണ്, അല്ലേ? കരൾ. അപ്പൊ ഏറ്റവും വലിയ അവയവം ത്വക്ക്, ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം ഏതാണ്? കരളാണ്. ഏറ്റവും വലിയ ആന്തര അവയവം ചോദിച്ചാൽ ഇത് തന്നെയാണ്, കരളാണ്. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതാണ്? വൃക്കയാണ്. വൃക്കയിലെ അരിപ്പകൾ എന്നറിയപ്പെടുന്ന ആരാണ്? നെഫ്രോണുകളാണ്. ആ വൃക്കയിൽ കപ്പ് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? ബൊമാൻസ് ക്യാപ്സ്യൂൾ, അല്ലേ? ബൊമാൻസ് ക്യാപ്സ്യൂൾ പഠിച്ചിട്ടില്ലേ? അതിലെ കപ്പ് പോലെ കാണപ്പെടുന്ന ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യം നോക്കുക. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ. നമ്മൾ വൈറ്റമിനുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒരു ക്ലാസ്സിൽ മുഴുവൻ പറഞ്ഞിരുന്നു, അല്ലേ? നമ്മുടെ ശരീരത്തിൽ പ്രകൃതിയിൽ കാണപ്പെടുന്ന ജീവകമാണ് ജീവകം എ. റെറ്റിനോൾ എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ കണ്ണിൽ എന്താണുള്ളത്? റെറ്റിന. അപ്പോൾ കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ. എന്റെ കണ്ണേ കരളെ പാലേ തേനെ. കോഡ് എന്തായിരുന്നു? എന്റെ കണ്ണേ കരളെ പാലേ തേനെ. എന്റെ എ വൈറ്റമിൻ എ, കണ്ണേ, കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളത് കരളിൽ സംഭരിക്കുന്നത്. കണ്ണേ കരളെ പാലേ തേനെ. പാലിലും അതുപോലെ തന്നെ തേനിലും കാണപ്പെടുന്നു. കരളിലും പയറില, മുരിങ്ങയില, തേൻ തുടങ്ങിയവയിലും കാണപ്പെടുന്നു, അല്ലെ? അപ്പോ എന്റെ കണ്ണേ കരളെ പാലേ തേനെ. തേനിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ കണ്ടെത്തിയത് മാർഗരറ്റ് ഡേവിസും എൽമർ മക്കുലവുമാണ്, അല്ലേ? അപ്പോ വൈറ്റമിൻ എന്നുള്ള പേര് കൊടുത്താരാണ്? കാസിമർ ഫങ്ക് ആണ്. നമ്മളിതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ഇതിൽ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയമുള്ളവരത് കാണുക. ജീവകം ഡി എന്തായിരുന്നു? കാൽസിഫെറോൾ, സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ഒരേ ഒരു വൈറ്റമിൻ, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമാണ്. എങ്ങനെയാണ് കാൽസിഫെറോൾ എന്നുള്ള പേര് കിട്ടിയത്? എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള കാൽസ്യത്തെ ഏറ്റവും അധികം ആഗിരണം ചെയ്യുന്നതാണ് വൈറ്റമിൻ ഡി. അങ്ങനെ പേര് കിട്ടി, കാൽസിഫെറോൾ, അല്ലേ? ഓക്കെ, അടുത്തത് ജീവകം ഡി ആയിട്ട് മാറുന്ന കൊഴുപ്പാണ് എർഗോസ്റ്റിറോൾ. ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പാണ് എർഗോസ്റ്റിറോൾ. ജീവകം ഡി പ്രധാനമായിട്ട് ലഭിക്കുന്നത് ഏതാണ്? പാലുൽപ്പന്നങ്ങളിൽ നിന്നാണ്. അതുപോലെ തന്നെ മത്സ്യങ്ങളിൽ നിന്ന് ധാരാളം ലഭിക്കുന്നു എന്ന് പറഞ്ഞു. വൈറ്റമിൻ ഇ, ജീവകം ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫിറോൾ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. എല്ലാവരും ബ്യൂട്ടിയെ കുറിച്ചല്ലേ കൂടുതൽ സംസാരിക്കുക എന്ന് പറഞ്ഞിരുന്നു, അല്ലെ? അപ്പൊ ബ്യൂട്ടി വൈറ്റമിൻ, ടോക്കോഫിറോൾ, വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത. ഹോർമോൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് ജീവകം ഇ. ഹൃദയത്തിന്റെ സംരക്ഷകൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ. മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം വൈറ്റമിൻ ഇ. ജീവകം ഇ പ്രധാനമായിട്ട് ലഭിക്കുന്ന എവിടെ നിന്നാണ്? സസ്യ എണ്ണകളിൽ നിന്നാണ്. സസ്യങ്ങളുടെ എണ്ണയിൽ നിന്നാണ് ജീവകം ഇ ധാരാളമായി ലഭിക്കുന്നത്. അതുപോലെ ഓപ്ഷനിലുള്ളതാണ് ജീവകം സി. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം സി. ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. ജീവകം സി ധാരാളമായി കാണപ്പെടുന്നത് പുളിരുചിയുള്ള പഴങ്ങളിലാണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചൂടാക്കുന്ന സമയത്ത് നഷ്ടമാകുന്നു, മൂത്രത്തിലൂടെ നഷ്ടമാകുന്നു, അല്ലേ? യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായിട്ടുള്ള ജീവകമാണ്. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ്. ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നു. മുറിവുണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിനാണ്. പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില എന്നിവയിൽ ധാരാളമായി കാണപ്പെടുന്നു. അടുത്തതാണ് നമ്മുടെ ഉത്തരമായിട്ടുള്ള വൈറ്റമിൻ കെ. കെയിലുണ്ട് എല്ലാം എന്ന് പറഞ്ഞിരുന്നു, അല്ലേ? കട്ട പിടിക്കാൻ സഹായിക്കുന്നു, കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നു. കാബേജ്, കോളിഫ്ലവർ തുടങ്ങിയവയിൽ ധാരാളമായി കാണപ്പെടുന്നു. ക്വിനോൺ, ഫില്ലോക്വിനോൺ. വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്വിനോൺ. കുടലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അല്ലേ? അപ്പൊ എല്ലാം കെയിലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ കുടലിൽ
നിർമ്മിക്കപ്പെടുന്നു, കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കപ്പെടുന്നു, ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയിൽ ധാരാളമായി കാണപ്പെടുന്നു. അതുപോലെ തന്നെ കൂളാക്കുമ്പോൾ, തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നു. എല്ലാം കെയിലുണ്ട്. കൂളാക്കുമ്പോൾ നഷ്ടപ്പെടുന്നു, കട്ട പിടിക്കാൻ സഹായിക്കുന്നു, കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. ഫില്ലോക്വിനോൺ. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. എന്താണ് ഹീമോഫീലിയ? ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ്. എന്താണ് ഹീമോഫീലിയ? രക്തം കട്ട പിടിക്കാത്ത ഒരു അവസ്ഥയാണ് അല്ലെ. അപ്പൊ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗമാണ് എംഫിസിമ. നമ്മൾ വളരെ വ്യക്തമായിട്ട് ശ്വാസകോശം എന്നുള്ള വിഷയം എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു എംഫിസിമ എന്താണ്, ന്യൂമോണിയ എന്താണ്, ടൈഫോയിഡ് എന്താണ് എന്നെല്ലാം. ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ, സാഴ്സ് ഇവയെല്ലാം അല്ലേ. ഇപ്പോൾ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ടാർ, അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ ഒരു ശ്ലേഷ്മമായിട്ട് അടിഞ്ഞുകൂറി ഈ ശ്വാസകോശത്തിന് വീക്കം സംഭവിക്കുന്നതാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞിരുന്നു. പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളിലെ ഇലാസ്തികത നശിപ്പിക്കുന്നത് മൂലം അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംഫിസിമ. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നതാണ് അല്ലേ. ഇനി നോക്കുക, കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് ഏത്? മൃതസഞ്ജീവനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മള് കേരള സർക്കാരിന്റെ വിവിധ പദ്ധതികൾ, ആരോഗ്യക്ഷേമ പദ്ധതികളും അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണ പദ്ധതികളുമായിട്ട് ഒരു വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്, മറക്കാതെ കാണുക. അടുത്ത, തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. തെങ്ങിന്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയായിരുന്നു? ടി, ലക്ഷ, ഗംഗ, ടി അല്ലേ. അതുപോലെ തന്നെ ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര ഇവയെല്ലാം എന്താണ്? തെങ്ങിന്റെ സങ്കര ഇനങ്ങളാണ്. മലയൻ ഡോഫ്, അതുപോലെ തന്നെ കേരഗംഗ ഇവയെല്ലാം തെങ്ങിന്റെ സങ്കര ഇനങ്ങളാണ്. തിലോത്തമ, തിലക്, സൂര്യ, തിലധാര എന്തിന്റെയാണ്? എള്ള് അല്ലെ. ഹരിറാണി എന്തിന്റെയാണ്? ക്യാബേജ്. കിരൺ, സൽകീർത്തി, അനാമിക, ആനക്കൊമ്പൻ ഇതെല്ലാം എന്തിന്റെയാണ്? വെണ്ട. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്താണ്? പച്ചമുളക്. പ്രിയ, പ്രിയങ്ക, പ്രീതി എന്താണ്? പാവൽ. എന്താണ്? പാവൽ. ഓക്കെ, അടുത്ത ചോദ്യം എന്തായിരുന്നു? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? നമ്മളെല്ലാം പറഞ്ഞു കാസർഗോഡാണ് അല്ലെ. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ഏതാണ്? ശ്രീകാര്യമാണ്. ശ്രീകാര്യം. ഓക്കെ, ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? ഇത് പോഷണ തലങ്ങളിൽ വരുന്നൊരു ഭാഗമാണ്. ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണ തലം എന്ന് പറയുന്നത്. 4 തരത്തിലുള്ള പോഷണ തലങ്ങളാണുള്ളത്. ഒന്നാമത്തെ പോഷണ തലത്തിൽ വരുന്നത് ഉൽപാദകരാണ്, സസ്യങ്ങൾ. രണ്ടാമത്തെ പോഷണ തലത്തിൽ വരുന്നത് പ്രാഥമിക ഉപഭോക്താക്കളായിട്ടുള്ള സസ്യാഹാരികളാണ്. മൂന്നാമത്തെ പോഷണ തലത്തിൽ വരുന്ന ദ്വിതീയ ഉപഭോക്താക്കളാണ്. നാലാമത്തെ പോഷണതലം തൃതീയ ഉപഭോക്താക്കളാണ്, അതായത് മാംസാഹാരികളെയും ഭക്ഷിക്കുന്ന ആളുകളാണ്. ഒന്നാമത്തെ പോഷണതലം ഉൽപാദകർ അല്ലെങ്കിൽ സസ്യങ്ങളാണ്. അതുപോലെ തന്നെ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് സസ്യാഹാരികൾ, പ്രാഥമിക ബുക്കുകളാണ്. രണ്ടാമത്തെ പോഷണ തലത്തിലാണ് പ്രാഥമിക ഉപഭോക്താക്കൾ വരുന്നത്, അത് സസ്യാഹാരികളാണ്. മൂന്നാമത്തെ പോഷണ തലമാണ് ദ്വിതീയ ഉപഭോക്താക്കൾ, അതായത് മാംസാഹാരികളാണ് ദ്വിതീയ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. നാലാമത്തെ പോഷണതലമാണ് തൃതീയ ഉപഭോക്താക്കൾ. അതായത് മാംസാഹാരികളെയും ഭക്ഷിക്കുന്നവരാണ്. നമ്മുടെ ചോദ്യം ഇതാണ്, പ്രാഥമിക ഉപഭോക്താക്കൾ. അപ്പോൾ രണ്ടാമത്തെ പോഷണ തലത്തിൽ വരുന്ന പ്രാഥമിക ഉപഭോക്താക്കളാണ് സസ്യാഹാരികൾ. പലർക്കും സസ്യങ്ങൾ എന്നൊരു ചിന്ത പോയിട്ടുണ്ടാവും. സസ്യങ്ങൾ എന്താണ്? ഉൽപാദകരാണ്, ഉപഭോക്താക്കളല്ല. സസ്യങ്ങൾ ഉൽപാദകരാണ്. ഒന്നാമത്തെ പോഷണ തലത്തിൽ വരുന്ന ഉൽപാദകരാണ് സസ്യങ്ങൾ. അതിന്റെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? സസ്യാഹാരികളാണ്. ദ്വിതീയ ഉപഭോക്താക്കൾ മാംസാഹാരികളാണ്. തൃതീയ ഉപഭോക്താക്കൾ മാംസാഹാരികളെയും ഭക്ഷിക്കുന്നവരാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ വിട്ടുപോയൊരു ചോദ്യമാണ്, രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചുവലവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? എന്താണ്? ടെറ്റനിയാണ്. ഓപ്ഷൻ സി, ടെറ്റനി. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ അനുബന്ധ വിവരങ്ങളുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.